താങ്ക് യു. കർത്താവിൻ്റെ ഇപ്പോഴും ഒക്കെ ഉണ്ട്, ഒന്ന് കുറച്ചാട്ടം. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ എന്താണ് വേൾഡ് ക്രിസ്ത്യൻ പ്രയർ ലൈനിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന എല്ലാ ദൈവദാസിമാരെ നിങ്ങൾക്ക് എല്ലാവർക്കും, വിശേഷാൽ ഇതിന് ലീഡർഷിപ്പ് നൽകുന്ന പ്രിയ കർത്താവദാസൻ ജോണേഴ്സൊക്കെ കുടുംബം, നിങ്ങളെല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒന്നുകൂടെ അത് സീറോയിലാക്കിയാണ്. എക്കോ വരുന്നുണ്ട്. ഓക്കെ, ദൈവാനുഗ്രഹിക്കട്ടെ. ഇന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ജീസസ് ഈസ് ഗ്രേറ്റർ ദാൻ എന്നുള്ളതാണ്. യേശു സകലത്തിലും വലിയവൻ. ഈ നമ്മള് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ വലുതായിട്ട് കാണരുത്. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വിഷയങ്ങളെ കുറിച്ച് 24 മണിക്കൂർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന പ്രാർത്ഥിക്കുന്നവരാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കും, അതിനെക്കുറിച്ച് പറയും, അത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ ദൈവത്തെ ഉയർത്തുന്നത് നമ്മുടെ ധാരണ അല്ല, നിങ്ങളുടെ വിഷയത്തെയാണ് നിങ്ങൾ ഉയർത്തുന്നത്, നിങ്ങളുടെ പ്രശ്നത്തെയാണ് നിങ്ങൾ ഉയർത്തുന്നത്. എന്ത് നിങ്ങൾ ഉയർത്തുമോ അത് നിങ്ങളെ ഡൊമൈൻ ചെയ്യും, നിങ്ങളെ ഭരിക്കും. ഉദാഹരണം, നിങ്ങൾ തന്നെ നിങ്ങളുടെ വിഷയം തന്നെ ഓരോന്ന്, നിങ്ങളുടെ വേദനയോ നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന അസ്വസ്ഥതയോ, നിങ്ങളെ എന്ത് കാര്യം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ എന്തിനെയാണ് ഉയർത്തുന്നത് അത് നിങ്ങളെ ഭരിക്കും. നിങ്ങളുടെ ഏത് പ്രശ്നത്തെ നിങ്ങൾ ഉയർത്തിയാലും. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ നിങ്ങളുടെ ഏത് വിഷയത്തിന്റെ മേലും ഉയർത്താനായിട്ട് പഠിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടും പഠിക്കണം. ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ചിന്തകളാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. നമ്മളെപ്പോഴും നമ്മുടെ പ്രശ്നത്തെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെ മാറിക്കിട്ടും, എന്ത് മാറിക്കിട്ടും, ഇതെന്തായിത്തീരും, എങ്ങനെ ആയിത്തീരും എന്നുള്ളതാണ്. പിള്ളേരുടെ കല്യാണം നടക്കുമ്പോ പിള്ളേർ അങ്ങനെയാവോ, ഇങ്ങനെയാവോ, അതെന്തായിത്തീരും, ഇതെന്തായിത്തീരും. ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് സഹോദരിമാരാണ്. നിങ്ങളുടെ ചിന്താഗതിയെ നിങ്ങൾ വ്യത്യാസപ്പെടുത്തണം. അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പല രീതിയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ദൈവത്തെ ഉയർത്താനായിട്ട് പഠിക്കണം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് എക്കോ വളരെ മോശമായിട്ടാണ് വരുന്നത്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പക്ഷേ എക്കോ ഉണ്ട്. ഹലോ, like certain the sentences are being repeated, like so it's not clear. ഹലോ, ഇപ്പൊ എക്കോ വരുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ ഇല്ല. ഓക്കെ, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വന്നത് യേശു ലോകത്തിലുള്ളവനെക്കാട്ടിലും സകല ദേവന്മാരിലും വലിയവൻ എന്നുള്ള വിഷയമാണ്. യേശു ലോകത്തിലുള്ളവനെക്കാട്ടിലും സകല ദേവന്മാരിലും വലിയവൻ. നിങ്ങൾ ഇതിനകത്ത് വന്നിട്ടുള്ള ഒരു മിക്കവാറും ആൾക്കാര് യാക്കോബായിന്നും മർത്തോമായിന്നും കത്തോലിക്കുന്നു അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വന്നിട്ടുള്ളവരാണ്, അല്ലേ? അപ്പം നിങ്ങൾ ഇങ്ങനൊന്ന് ചിന്തിച്ചു നോക്കിയേ. യാക്കോബായില് 3 നോയമ്പുണ്ടായിരുന്നു, 8 നോയമ്പുണ്ടായിരുന്നു, 15 നോയമ്പുണ്ട്, 25 നോയമ്പുണ്ട്, 50 നോയമ്പുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള നോയമ്പുകളുണ്ട്. നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചു നോക്കി, ഏതെങ്കിലും വിഷയം വെച്ച് അതിനുവേണ്ടി അവർ പ്രാർത്ഥിക്കാറുണ്ടോ? എന്തിനേലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ കർത്താവിന്റെ ദാസന്? നമ്മളാരേലും യാക്കോബായാലും അങ്ങനൊരു പാരമ്പര്യമില്ല. അങ്ങനൊരു പാരമ്പര്യവും ഇല്ല. പിന്നെ ഈ വിഷയം വെച്ച് ഞങ്ങൾ പിടിച്ചു വെച്ച് അതവൻ മ്യൂട്ട് ചെയ്താണ്. ഈ പിടിച്ചു വെച്ച് നിങ്ങൾ എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്നുള്ള വിവരം എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് കിട്ടിയതാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ആർക്കാ മഹത്വം പോകുന്നത്? നമുക്ക് പറയുന്നവർക്ക്. ഞങ്ങള് ഉപവസിച്ച് പ്രാർത്ഥിച്ച് നേടിയെടുത്തതാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ആർക്കാ മഹത്വം പോകുന്നത്? നമുക്ക് പറയുന്നവർക്ക്. നമുക്ക് ക്രെഡിറ്റ്.
ഇതാരാ ഏറ്റവും കൂടുതൽ പറയുന്നത്? ബന്ധുക്കാര്. ദൈവമക്കളെ, നിങ്ങൾ ഈ പിടിച്ചു വെച്ചൊന്നും പ്രാർത്ഥിക്കണ്ട. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുക, അത്രേ ഉള്ളൂ. ഇതിന് എത്ര മാത്രം. സിമ്പിൾ കാര്യമാണ്. പണ്ട് സീനിനകത്തില്ല. ഞാൻ നിങ്ങളോട് 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ യാക്കോബായിലായിരുന്നു. അപ്പൊ എന്നെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മയോ അച്ഛനോ 10 പൈസ എടുത്തു തരും. മോനെ ഇത് കുരിശിങ്ങ കൊണ്ടുവന്നിട്ടിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ കവറിങ് കൊണ്ടുവന്നിട്ടേച്ച് അവിടെ കുരിശും വരച്ചിട്ട് മോൻ പൊക്കോണം, പരീക്ഷയ്ക്ക് പൊക്കോണം എന്ന് പറയും. അപ്പം ഞങ്ങൾ 5 പേരുടെ 5 പേർക്കും 50 പൈസ വേണ്ടേ? 50 പൈസ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് വലിയ പൈസയാ അല്ലേ? അപ്പൊ ആ 50 പൈസ തന്ന് വിടുന്ന ഉടനെ ആ പൈസയുടെ പുറത്ത് ആർക്ക് വിശ്വാസമുണ്ട്? തന്ന് വിടുന്ന അപ്പനും അമ്മയ്ക്കും വിശ്വാസമുണ്ട്, കൊണ്ടിടുന്ന എനിക്കും വിശ്വാസമുണ്ട്. അത് അവിടെ നേർച്ചപ്പെട്ടി കൊണ്ടുവന്നിട്ടു, അത് നടക്കുമെന്നുള്ള വിശ്വാസമുണ്ട്. ഇത്രേ ഉള്ളായിരുന്നു അവരുടെ പ്രാർത്ഥനയുടെ വലിപ്പം. ഈ 3 നോയമ്പും ഞാൻ ഈ 8 നോയമ്പും 15 നോയമ്പ് മാത്രമാണ് ഞാൻ നോക്കാതിരുന്നിട്ടുള്ളത്. മറ്റുള്ള എല്ലാ നോയമ്പും നോക്കിയിട്ടുണ്ട്. 15 നോയമ്പ് എന്തുകൊണ്ട് നോക്കിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അമ്മച്ചി നോക്കത്തില്ലായിരുന്നു, അതുകൊണ്ട് ഞാനും നോക്കിയിട്ടില്ല. അത് സ്ത്രീയന്മാരുടെ നോയമ്പാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ എല്ലാ നോയമ്പും നോക്കിയിട്ടുണ്ട്. ഒന്നിനും ഒരു കാര്യത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടില്ല. പക്ഷെ ദൈവം എല്ലാ കാര്യങ്ങളും നടത്തി തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ വേവലാതി പിടിക്കുന്ന എന്തിനാ? ഇതെങ്ങനെ സാധിക്കുമെന്ന് ഒന്ന് വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേട്ടെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. മതി. ആരാണ് പറഞ്ഞത് വിചാരപ്പെടരുതെന്ന്? യേശു. എന്നിട്ട് ഏറ്റവും കൂടുതൽ വിചാരപ്പെടുന്നത് ആരാ? ഹിന്ദുക്കളാണോ, മുസ്ലിങ്ങളാണോ, ക്രിസ്ത്യാനികളാണോ, അതോ സാധാരണ മനുഷ്യരാണോ? ആരാ? ക്രിസ്ത്യാനികൾ. ഇന്ന് ഞാൻ ഒരു എക്സ് മുസ്ലിം, സൗദി അറേബ്യയിലുള്ള ഒരു മുസ്ലിം പാസ്റ്ററുമല്ലായിരുന്നു, ഒന്നുമല്ലായിരുന്നു. പുള്ളി വിശ്വാസി ആയതേ ഉള്ളൂ. 1 വർഷമേ ആയിട്ടുള്ളായിരുന്നു. ബൈബിള് വായിച്ചോക്കാണ്ട് അയാളെ അവര് വീട്ടുകാർ പിടിച്ചു, ഓടിയിൽ അയാളെ തീ കത്തിച്ചു, പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ചു. അതിനകത്തുനിന്ന് രക്ഷപ്പെട്ട ഒരു മനുഷ്യന്റെ സ്റ്റോറി ഞാൻ കേൾക്കാനിടയായി തീർന്നു. അത് കേട്ടപ്പോഴുണ്ടല്ലോ നെഞ്ച് തകരുന്നതാണ്. ഇന്നുകൊണ്ട് അയാൾ പറയുന്നത്, ഞാനിതെന്തിനാ ഈ പറയുന്നത്? ഈ അനേകർക്ക് വേണ്ടി നിങ്ങളെ എന്തെങ്കിലും ഇതേമാതിരി പേഴ്സിക്യൂഷനിൽ കൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് അവരെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാൻ സാധിക്കുമോ? പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നിങ്ങളെ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ചെലുത്താൻ സാധിക്കുമോ? നിങ്ങൾക്ക് എങ്ങനെ സഹായിക്കാൻ സാധിക്കും? അയാൾ ഹോസ്പിറ്റലിൽ കിടന്നു. ഈ കത്തിച്ചിട്ടേക്കാണ് പോയി. പക്ഷെ എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് അയാൾ രക്ഷപ്പെട്ടു. യേശു അവളെ ഹഗ് ചെയ്തെന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ തീ മുഴുവൻ കിട്ടും. പക്ഷെ എന്നുണ്ടെങ്കിൽ ദേഹത്തെല്ലാം പൊള്ളലുണ്ടായി. ആ റോഡ് സൈഡിലോട്ട് വന്ന് കിടന്നു. അന്നേരം ഒരു മനുഷ്യന്റെ വണ്ടി, ട്രക്ക് കേടായിട്ട് അവിടെ വന്ന് കിടന്നു. ആ ട്രക്കിന്റെ മുന്നിലാണ് വന്ന് കിടന്നത്, അടുത്ത് വന്ന് കിടന്നത്. ട്രക്ക് ഒരു ഫിലിപ്പിനോക്കാരൻ്റെ ആയിരുന്നു. അവന് പോലീസ് 911 വിളിച്ച്, ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവളെ പോയി കണ്ടു. വീട്ടുകാരും എല്ലാവരും ഉപേക്ഷിച്ചാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ രക്ഷപ്പെട്ട കഥ കേൾക്കുന്ന ഉടനെ ഉണ്ടല്ലോ, ഞങ്ങളിവിടെ പ്രാർത്ഥിച്ചേക്കാം എന്ന് പറഞ്ഞാൽ മാത്രം പറ്റത്തില്ല. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് എന്തുമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ട്. ഒരുപാട് രാജ്യങ്ങളിൽ ഒരുപാട് പേര് പേഴ്സിക്യൂഷനിൽ കൂടെ കടന്നു പോകുന്നു. ഈ വിശ്വാസത്തിന്റെ പേരിൽ നമുക്ക് ഭയങ്കര സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ആ സ്വാതന്ത്ര്യത്തെ മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വാതന്ത്ര്യത്തിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ഇങ്ങനെ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്. എന്തിനു വേണ്ടിയാണ് സുഷമാവ് പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ അവലാദിക്കെല്ലാം മറുപടിക്കൊണ്ടില്ലേ പ്രാർത്ഥിക്കുന്നത്? ആണോ അല്ലയോ? അല്ലേ? നമ്മുടെ അവലാദികളെല്ലാം തീർച്ചയായും പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നിങ്ങളെ ഈയിടെ പറയുന്നത് കേട്ടായിരുന്നോ? അല്ലേലിയ സാങ്കുട്ടി ഒരു വിനോദ് ഭാസന്റെ സാക്ഷി വിട്ടത് കേട്ടായിരുന്നോ? ഇവിടെ ഉള്ളതാ, മൈസൂരിലും കണ്ടുള്ള. ആ പുള്ളി പറഞ്ഞത്, പെന്തിക്കോസുകാർ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേരളത്തിലുള്ള മലയാളികള് ഈ ബംഗാളികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന മാതിരി കർത്താവിനെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് തന്നെയാണ് നടക്കുന്നത്. അതിന് പറഞ്ഞ കറക്റ്റ്. നിങ്ങൾ അയാളെ സാക്ഷി ഒന്ന് കേൾക്കും. ഞാൻ ഈ പറയുന്നതിന് വേറൊരു രൂപമാണ് അയാൾ പറയുന്നത്. ദൈവരാജ്യത്തിന്റെ സിസ്റ്റത്തിലേക്ക് നിങ്ങൾ കടന്നു പോവാ. നിങ്ങൾ ഈ ഭാരപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടരുത്.
ഒന്നിനെ കുറിച്ചും ഭാരപ്പെടരുത്. ഭാരപ്പെടുന്നതുകൊണ്ട് ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. Yes. നിങ്ങളെ കൊണ്ട് ഒരു സെക്കൻഡ് ഒരു പൊടിയോളം പോലും നീക്കാൻ പറ്റത്തില്ല. പറ്റുമോ? ഇല്ല. Amen. നിങ്ങൾ കർത്താവിന്റെ കൈ കൊടുത്തേക്ക് അനങ്ങാതിരിക്കുക. സ്തോത്രം. എന്നിട്ട് കർത്താവിനെ സ്തുതിക്കുക, കർത്താവിന് നന്ദി പറയുക. Amen. ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്ക്. നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം കിട്ടുമോ ഇല്ലയോ നിങ്ങൾ അറിയാം. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ മഞ്ഞ് വീഴാൻ തുടങ്ങിയാണ്. അല്ല, മഞ്ഞ് വീഴാൻ തുടങ്ങിയാണ്. ഇന്നാണ് മഞ്ഞ് കുറഞ്ഞത്. 2 മാസം മുമ്പേ ഷേർലി ഈ കഴിഞ്ഞ വ്യാഴം, വെള്ളി, ശനി, ഞായർ അവധി എടുത്തിരിക്കുകയായിരുന്നു. ഈ ബുധനാഴ്ച അവധി എടുത്തിരിക്കുകയായിരുന്നു. ഇത് ആരെടുപ്പിച്ചോ? കർത്താവ് ദൈവം. അതുകൊണ്ട് ഈ മഞ്ഞത്ത് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങേണ്ടി ഒരു കാര്യം വന്നില്ല. സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ ദൈവത്തോട് കൂടെ നടക്കാതെ ദൈവം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്തി തരും. ആമേൻ. നിങ്ങൾ എങ്ങനെ നടക്കണം, എങ്ങനെ പോകണമെന്ന് കർത്താവ് തീരുമാനിക്കും. നമ്മൾ ഒത്തിരി ഐഡിയ ഒന്നും വെച്ചു കൊടുക്കണ്ട. അങ്ങനെ നടക്കണം കർത്താവേ, ഇങ്ങനെ നടക്കണം കർത്താവേ, അത് അങ്ങനെ ആയിരിക്കണം കർത്താവേ, ഇതൊന്നും പറഞ്ഞു കൊടുക്കണ്ട. കർത്താവ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കി തരും. അതിന്റെ തക്ക സമയത്ത് ഭംഗിയായി ചെയ്തു തരുന്ന ദൈവമാണ്. ഓക്കെ, നമുക്ക് ഇന്ന് ലോകത്തിലുള്ളവനെക്കാളിലും സകല ദേവന്മാരിലും അവൻ വലിയവൻ എന്നുള്ള വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. പുറപ്പാട് പുസ്തകം 18-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വാക്യം വായിച്ചാണ്. പുറപ്പാട് പുസ്തകം 18-ന്റെ 7 മുതൽ 11 വരെ. മോശ തന്റെ അമ്മായിയപ്പനെ മോശ തന്റെ അമ്മായിയപ്പനെ എതിരേൽപ്പാൻ ആരേലും വായിക്കുന്നുണ്ടോ? അമ്മായിയപ്പനെ എതിരേൽപ്പാൻ ചെന്ന് വണങ്ങി അവനെ ചുംബിച്ചു. അവർ തമ്മിൽ കുശലപ്രശ്നം ചെയ്ത് കൂടാരത്തിൽ വന്നു. മോശ തന്റെ അമ്മായിയപ്പനോട്, യഹോവ ഇസ്രായേലിനു വേണ്ടി ഫറവോനോടും മിസ്രയീമ്യരോടും ചെയ്തതൊക്കെയും വഴിയിൽ തങ്ങൾക്ക് നേരിട്ട പ്രയാസമൊക്കെയും യഹോവ തങ്ങളെ രക്ഷിച്ച പ്രകാരവും വിവരിച്ചു പറഞ്ഞു. യഹോവ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്നും ഇസ്രായേലിനെ വിടുവിച്ചതിനാൽ അവർക്ക് ചെയ്ത എല്ലാ നന്മ നിമിത്തവും യിത്രോ സന്തോഷിച്ചു. യിത്രോ പറഞ്ഞ എന്തെന്നാൽ, നിങ്ങളെ മിസ്രയീമ്യരുടെ കയ്യിൽ നിന്നും ഫറവോന്റെ കയ്യിൽ നിന്നും രക്ഷിച്ച് മിസ്രയീമ്യരുടെ കൈക്കീഴിൽ നിന്നും ജനത്തെ വിടുവിച്ചിരിക്കുന്ന യഹോവ സ്തുതിക്കപ്പെടുമാറാകട്ടെ. യഹോവ സകല ദേവന്മാരിലും വലിയവൻ എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. അതെ, ഇവരോട് അവർ അഹങ്കരിച്ച കാര്യത്തിൽ തന്നെ. ഇപ്പൊ പറയുന്നതാണ്, യഹോവ സകല ദേവന്മാരിലും വലിയവൻ എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. ഇതാരാ പറയുന്ന? ഒരു ജാതീയ പുരോഹിതനാണ്, മോശയുടെ അമ്മായിയപ്പനാണ്. ഇനി നിങ്ങൾ പറഞ്ഞേ, ഇന്ന് ഏറ്റവും കൂടുതൽ അമ്മായിയമ്മയെ ഇഷ്ടപ്പെടാത്ത മനുഷ്യരാണ് മിക്കവാറും ഉള്ള ക്രിസ്ത്യാനികൾ. ഒരു 90% ആര് 90% ആരാ? മുസ്ലിങ്ങളോ ഹിന്ദുക്കളോ ആരാ? ക്രിസ്ത്യാനികൾ. ഭയങ്കര പ്രാർത്ഥിച്ച പിള്ളേരുടെ കല്യാണമൊക്കെ നടത്തുന്നത്. പ്രാർത്ഥിച്ച് പിള്ളേരുടെ കല്യാണം നടന്നു. മരുമക്കളെ കണ്ടുകൂടാ, അമ്മായിയമ്മയും കണ്ടുകൂടാ. ഈ എന്തോരവസ്ഥയൊക്കെയാണെന്ന് നോക്കിക്കോണം. ദൈവമക്കളെ, നിങ്ങൾ ഈ വല്യപ്പച്ചന്മാരുടെ കൂടെയും വല്യമ്മച്ചിമാരുടെ കൂടെയൊക്കെ ജീവിച്ച് ശീലമുണ്ടെങ്കിലേ ഇതൊക്കെ അതിന്റെ സുഖം മനസ്സിലാകത്തുള്ളൂ. ഞാൻ ഇവിടെ എൻ്റെ അമ്മായിയമ്മയെ ഞാൻ പറഞ്ഞു, ഇനി നമുക്ക് അമ്മമ്മയെ ഇവിടെ കൊണ്ടുവരാം. അമ്മാമ്മയെ ഞങ്ങൾ വിളിക്കുന്നതാണ്. കഴിഞ്ഞ ഒക്ടോബറിൽ കൊണ്ടുവന്നതാണ്. ഞങ്ങൾക്ക് വിടാൻ മനസ്സില്ല. എന്തിനാണെന്നറിയാമോ? പുള്ളിക്കാരത്തേക്ക് നല്ല പ്രായമുണ്ട്, 90 വയസ്സുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. പക്ഷെ എന്നുണ്ടെങ്കിൽ എന്തിനാണെന്നറിയാമോ? എനിക്ക് ആ പുള്ളിക്കാരത്ത് ഇവിടെ വേണം. കാരണം എൻ്റെ അപ്പനെയും അമ്മയും എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. ഇത് നോക്കുന്നതുകൊണ്ടുള്ള ഗുണം ആർക്കാന്നറിയാമോ? ആർക്കാ പറഞ്ഞേ? നോക്കുന്നവർക്കല്ല, അത് പൈസ വാങ്ങുന്നവർക്കാ. എനിക്ക് അങ്ങനെ പൈസയൊന്നും വേണ്ട. ഇവിടെയുള്ള എൻ്റെ ഗുണം എന്നാന്നറിയാം, എൻ്റെ തലമുറ ആരുടെ കൈ വരും? പൊടിക്കുഞ്ഞുങ്ങൾ ഈ അമ്മച്ചിയുടെ അടുക്ക് വരും. ഈ അമ്മച്ചി അതിനെ താലോലിക്കുന്നുണ്ടെങ്കിൽ അമ്മച്ചിയുടെ അനുഗ്രഹം ആരുടെ മേലോട്ടാണ് വരുന്നത്? കുഞ്ഞുങ്ങൾക്ക്. അപ്പൊ തലമുറകളുടെ മേൽ അവരുടെ അനുഗ്രഹം കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാതാപിതാക്കളെ ബഹുമാനിക്കാനായിട്ട് പഠിക്കണം. ഇപ്പം അമ്മായിയപ്പനെ എങ്ങനെ സ്വീകരിച്ചു ഒന്ന് നോക്കിയേ. മോശ തന്റെ അമ്മായിയപ്പനെ എതിരേൽപ്പാൻ വണങ്ങി അവനെ ചുംബിച്ചു.
അവർ തമ്മിൽ കുശലപ്രശ്നം ചെയ്തു. ഈയടാ ഇത്ര നല്ല അമ്മായിയപ്പൻ വന്നിരിക്ക. വണങ്ങി കുശലപ്രശ്നമൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുമോ? അത് മാത്രമല്ല, പിന്നെ മോശ തന്റെ അമ്മായിയപ്പനോട് യഹോവ ഇസ്രായേലിന് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെയും പറഞ്ഞു. അദ്ദേഹം അതെല്ലാം കേട്ടു. എന്നിട്ട് അമ്മായിയപ്പൻ പിന്നെ വേറൊരു ഭാഗത്തുണ്ട്, അമ്മായിയപ്പൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് മോശയോട്. മോശ, നീ ചെയ്യുന്നത് ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല. നീ 10 പേർക്ക് അധിപതി ഉണ്ടാക്കണം, 50 പേർക്ക്. നമ്മളതന്നെ പറയാം, പിന്നെ ഇത്രയും പേരെ കൊണ്ടുവരാൻ എനിക്കറിയാം, പിന്നെ ഇങ്ങനെ വന്നിരിക്കുക അഭിപ്രായം പറയാനായിട്ട്. നമ്മളത് സ്വീകരിക്കുമോ? ഇപ്പൊ അഭിപ്രായമേ നമ്മളത് സ്വീകരിക്കുമോ? അന്നേരം പണി നോക്കണമെന്ന് പറയും. ഇത്രയും വലിയ ദൈവത്തിന്റെ അടുക്ക് അഭിപ്രായം കേട്ടിട്ട് ഞാൻ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ അന്നേരം ഇങ്ങനെ അന്യ ദൈവങ്ങളെ സേവിക്കുന്ന വന്നിട്ട് അഭിപ്രായം പറയാ സ്വീകരിക്കുമോ? പക്ഷെ ആ പണി ഇന്ന് ലോകം മുഴുവനും നടക്കുന്ന, മിലിറ്ററി മുഴുവനും എങ്ങനെ നടക്കുന്നത് ആ അമ്മായിയപ്പന്റെ അഭിപ്രായമാണ്. അതെ. ചർച്ചകളെല്ലാം ഫോളോ ചെയ്യുന്ന ആ അമ്മായിയപ്പന്റെ അഭിപ്രായമാണ്. ദൈവമക്കളെ, നമ്മൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനും അവരുടെയിലുള്ള ആശയങ്ങളെ സ്വീകരിക്കാനും നമ്മൾ പഠിക്കണം. പണ്ട് ഞാൻ അങ്ങനെ തന്നെ അല്ലായിരുന്നു. പണ്ട് എൻ്റെ അമ്മായിപ്പൻ ചോദിച്ചു, മോനിച്ചാ നീ ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്? ഇന്നത്തെ എന്തോ ആലോചിക്കാനാണ്, പോയി ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതായിരുന്നു എൻ്റെ പ്രകൃതം. ഇവിടെ ആലോചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ളവരോട് നമ്മൾ ആലോചിക്കണം, നമ്മുടെ അടുത്തുള്ളവരോട് ആലോചിക്കണം. ഈ മന്ത്രിമാരും രാജാക്കന്മാരും ഒക്കെ എന്ത് ചെയ്യുന്നത്? അവരുടെ മന്ത്രിമാരല്ല, അവരുടെ ആലോചന ഗ്രൂപ്പുണ്ട്. നമുക്കിവിടെ ആലോചിക്കുകയൊന്നും വേണ്ട. നമ്മുടെ മനസ്സിൽ തോന്നുന്നവരൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് നമ്മൾ ആലോചിക്കേണ്ട ആരാണ്? ദൈവത്തോട് ആലോചിക്കാൻ ചോദിക്കണം. ദൈവത്തോട് എങ്ങനെ ആലോചിക്കുന്നത്? നിങ്ങൾ ബൈബിൾ വായിക്കണം. ആ ബൈബിൾ വായിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആലോചന നിങ്ങളോട് പറഞ്ഞു തരും. അല്ല ഈ പ്രവാചകന്മാരുടെ പിന്നാലെ പോകരുത്. നിങ്ങൾക്ക് നന്മ ഉണ്ടാകാൻ. ദൈവം ആരാണ്? സകല ദേവന്മാരിലും വലിയവൻ. സകല ദേവന്മാരിലും അടുത്ത വാക്കാട്ടെ. 1 യോഹന്നാൻ 4:4 വായിച്ചാട്ടെ. 1 യോഹന്നാൻ 4:4. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവർ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനുണ്ടോ? ഹലോ, ഇന്ന് ഏറ്റവും പെന്തക്കോസ്തുകാർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്തിനെയാ? മന്ത്രവാദം. അതെയോ? ആനക്കെട്ട്, ചേനക്കെട്ട്, ആർബിക്കെട്ട്, ആ കെട്ട്, കെട്ട്, അങ്ങനെ കെട്ടി, ഇങ്ങനെ കെട്ടി, വലത് കെട്ടി, ചെറുത് കെട്ടി, ഇങ്ങനെന്തെല്ലാം കെട്ടുകളുണ്ടെന്നറിയാമോ? ഈ കെട്ടിന്റെ എല്ലാം പുറകെ നടക്കാണ്. വരത്തുപോക്കുണ്ട്, ഇതെന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇന്നലെ ഞാൻ ന്യൂസിനകത്ത് കിടക്കുന്നതാണ്, ആരാണ്ട് ഒരുത്തം കൂടോത്രം ചെയ്യാൻ വേണ്ടി വേറെ ആരാണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് കൂടോത്രം ഇട്ടതാണ്. എന്തെല്ലാം പരിപാടികൾ ചെയ്യുന്നുണ്ട്. ദൈവമക്കളെ, നിങ്ങൾ ആദ്യം തന്നെ നീക്കണം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആരാണ്? ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു പറഞ്ഞാട്ടെ. ദൈവത്തിൽ നിന്ന് ജനിച്ച ദൈവ പൈതലാണെന്ന് പറഞ്ഞാട്ടെ. ദൈവ പൈതലാണ് ഞാൻ. ലോകത്തിലുള്ളതിനെ ജയിച്ചവനാണ് ഞാൻ. ജയിച്ചവനാണ് ഞാൻ. അപ്പൊ ലോകത്തിലുള്ളവന് എന്റെ മേൽ യാതൊരു അധികാരവും ഇല്ല എന്ന് നിങ്ങളാണ്. ലോകത്തിലുള്ള ദേവന്മാർക്കോ ലോകത്തിലുള്ളതിനോ എന്റെ മേൽ അധികാരമില്ല. ഞാൻ അതിനെ ജയിച്ചവനാണ്. എന്റെ കൂടെ വസിക്കുന്നത് സർവശക്തനായ ദൈവമാണെന്ന് വിളിച്ചു പറയാനായിട്ട് ആര് പഠിക്കണം? അപ്പോഴാണ് നമ്മൾ ആരാണെന്നുള്ള ഒരു സുബോധം നമുക്കുണ്ടാകുന്നത്. നമ്മൾ വിചാരപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ അപ്പൻ ആരാന്ന് അറിയാൻ വയ്യാത്തവരാണ് നമ്മൾ വിചാരപ്പെടുന്നത്. ആരാ? എന്റെ അപ്പൻ ആരാണെന്ന് എനിക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ വിചാരപ്പെടുന്നത്. നിങ്ങൾ അനാഥരാണോ? ആരെങ്കിലും പറഞ്ഞു നിങ്ങൾ അനാഥരാണോ? അല്ല. നിങ്ങൾക്കൊരു അപ്പനുണ്ടോ? ഉണ്ട്. പിന്നെ എന്തിനാ നിങ്ങളുടെ അപ്പൻ വിചാരപ്പെടുമല്ലോ, പിന്നെ നിങ്ങൾ വിചാരപ്പെടുന്നത്? പറഞ്ഞാൽ എന്റെ അപ്പൻ വിചാരപ്പെട്ടോളും, അവൻ എന്റെ കാര്യങ്ങളൊക്കെ ചെയ്തോളും, ഞാൻ ഇതിനെപ്പറ്റിയൊന്നും വിചാരപ്പെടേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞാട്ടെ. അബ്രഹാം ദൈവത്തിന്റെ വാക്ക് അനുസരിച്ചു. നീ അനുസരിച്ചുകൊണ്ട് നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. നിന്റെ തലമുറ അങ്ങനെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നാണ് ബൈബിളിൽ. നിങ്ങൾ ദൈവത്തിന്റെ വാക്ക് അനുസരിച്ചാൽ നിങ്ങളുടെ തലമുറയുടെ കാര്യത്തിൽ നിങ്ങൾ ഭാരപ്പെടണ്ട. ഞാൻ ഈ സാജുവിനെ തന്നെ ലൈനിൽ പ്രസംഗിക്കുന്ന നിങ്ങൾക്കൊക്കെ നല്ലോണം അറിയാം. അപ്പൊ സാജുവിന്റെ മോന് യൂറോപ്പിൽ ഏതോ രാജ്യത്ത് പോകുന്നതിന് വേണ്ടി വിസ ഒക്കെ ശരിയായി.
അപ്പം വിസ അതിന് ഏതാണ്ട് 15 ലക്ഷം രൂപയായിട്ട് കെട്ടിവെക്കണം. അപ്പം എന്നോട് പറഞ്ഞു, അച്ഛാൻ്റെ പൈസ ഉണ്ടോ? ഞാൻ ചോദിച്ചു എന്തിനാ? അല്ല, ഒരു 15 ലക്ഷം രൂപ എനിക്ക് വേണം, ഇപ്പം കെട്ടിവെക്കണം, എന്നാലേ അവനെ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഏതാണ്ടൊക്കെ. ഞാൻ പറഞ്ഞു, അവന് എൻ്റെ പൈസ ഇല്ല, പിന്നെ അഥവാ ഇനി ആരോടെങ്കിലും ഉള്ളവരോട് ചോദിച്ചാൽ അവരോട് തരാനും പോകുന്നില്ല, ആരോടും ചോദിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞു. ഇത് നല്ല കാര്യമാണ്. നീ രണ്ടും ചെയ്യും, നീ എന്നോട് ചോദിച്ചാൽ ശരി, ഇനി ആരോടും ചോദിക്കാൻ വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തേക്കുന്നത്. ഇങ്ങനെ വല്ലതും നിങ്ങൾ വല്ലതും പറയുമോ? ഇല്ല. പിന്നെ ഞാൻ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. പറഞ്ഞു, കർത്താവിനോട് പറയാൻ പൈസ തരാൻ പറയാൻ പറഞ്ഞു. അതെങ്ങനെ വരണ്ടിയെന്ന് ചോദിച്ചു. കർത്താവേ നീ പൈസ തരണേ എന്നല്ല ചോദിക്കേണ്ടത്. നിങ്ങൾ ഇപ്പം എത്ര പൈസ വേണം, അത്രയും പൈസയ്ക്ക് വേണ്ടി ഒരു ചെറിയ ഒരു പെർസെൻറ്റേജ് എടുത്തിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ആ പൈസയോട് പറയണം, പോയിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ ഫീസ് അടയ്ക്കുന്നതിന് വേണ്ടി, പൈസ കൊടുക്കുന്നതിന് വേണ്ടി എത്രയും വേഗം പൈസ കൊണ്ടുവരാനായിട്ട് ആരോട് പറയണം? പണത്തിനോട് പറയണം. പോയി പണത്തിനോട് പറഞ്ഞോ, നീ പോയി പണം കൊണ്ടുവരാൻ. എന്ത് ചെയ്യും ബിനോയ് പാസ്റ്റർ? എന്ത് ചെയ്യും ബിനോയ് പാസ്റ്റർ? ഇല്ല. ബിനോയ് എന്ത് ചെയ്യും? ബിന്ദു ആ ബിന്ദു സിസ്റ്റർ ഒന്ന് അത് നമ്മളെ ഈ എന്താണ് ജോഷുവ പാസ്റ്ററിന് എത്ര പൈസ കിട്ടി? നിങ്ങൾ എത്ര പൈസ കിട്ടിയായിരുന്നു? ജോഷപ്പ എത്ര പൈസക്ക് വേണ്ടി പ്രാർത്ഥിച്ചു? ഓർമ്മയുണ്ടോ? അറിയത്തില്ല. 4.5 ലക്ഷം രൂപയ്ക്കാണ് പ്രാർത്ഥിച്ചു. അപ്പം കൊണ്ടുവരാനാ പറഞ്ഞത്. 450 രൂപ വെച്ചിട്ട് പറഞ്ഞു 4.5 ലക്ഷം രൂപ കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് എത്രയാണ് വന്നതെന്നറിയാം? 6 ലക്ഷം രൂപ. എവിടുന്നാ വന്നതെന്ന് സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. മക്കളെ, നിങ്ങൾ സംസാരിക്കാൻ പഠിക്കണം. നിങ്ങൾ സകലത്തെയും ജയിച്ചവരാണ്. നിങ്ങൾ ആത്മാവിൽ കാണാൻ പഠിക്കണം. നിങ്ങൾ ആത്മാവിൽ ഡിക്ലെയർ ചെയ്യാൻ പഠിക്കണം. നിങ്ങൾ എന്തിനെയാണ് ഭയക്കുന്നത്? നിങ്ങൾ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടരുത്. നിങ്ങൾ ഏത് വിഷയമായി നടക്കേണ്ടത് അത് നടക്കാം. യേശുവിന്റെ നാമത്തിൽ അത് നടക്കട്ടെ എന്ന് നിങ്ങൾ ഡിക്ലെയർ ചെയ്യണം. അത് സംഭവിക്കും. അടുത്തത് വായിച്ചാട്ടെ, ഒന്ന് ദിനവൃത്താന്തം 16-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ടെ. യഹോവ വലിയവനും അത്യന്തം സ്തുത്യനും സർവ്വദേവന്മാരിലും അതിഭയങ്കരനുമല്ലോ. അതിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ. ഇന്നലെ ഒരു അമ്മാമ എന്നോട് വഴക്കുണ്ടാക്കിയ ഒരു വാക്യം അതിനകത്ത് കിടപ്പുണ്ട്. അവന് പാടി കീർത്തനം ചെയ്യുവീൻ, അവന്റെ അത്ഭുതങ്ങളെ ഒക്കെയും അവന്റെ വിശുദ്ധ നാമത്തിൽ പുകഴുവീൻ. 2 ദിനവൃത്താന്തം 16. 2 ദിനവൃത്താന്തത്തിനകത്ത് 16:9 എന്ന് വായിച്ചാണ്. അത് കാണാതെ അറിയാവുന്ന യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ട ഭൂമിയുടെ ഒക്കെയും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഇത് പ്രസംഗിച്ച് ഞാനങ്ങോട്ട് പ്രസംഗിച്ച് കഴിഞ്ഞോട് ഈ ഒരു അമ്മാമ്മ എന്നോട് ചൂടായി. എന്തിനാ അമ്മാമ്മ ചൂടായത്? അമ്മാമ്മക്കിട്ട് ഞാൻ പറഞ്ഞെന്നും പറഞ്ഞിട്ടായിരുന്നു. ഞാൻ എന്താ പറയാന്? അമ്മാമ്മ എന്താ ചിന്തിച്ചെന്ന്? ഏകാഗ്രചിത്തരായിട്ടിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ദൈവത്തിന്റെ കണ്ണ് എങ്ങനെ നടക്കുന്നു? നിങ്ങൾ ഏകാഗ്രചിത്തരായിട്ടിരിക്കണം. കർത്താവിൽ ഏകാഗ്രചിത്തരായിത്തീരണം. നിങ്ങളുടെ വിഷയത്തിൽ ഏകാഗ്രചിത്തരാകുന്നതാണ് ഈ പ്രശ്നം. നിങ്ങളുടെ പ്രശ്നത്തിൽ ഏകാഗ്രചിത്തരാകുന്നതാണ് ഈ പ്രശ്നം. ഇപ്പൊ 1 ദിനവൃത്താന്തം 16:25 പറയുന്നത്, യഹോവ വലിയവനും അത്യന്തം സ്തുത്യനും സകല ദേവന്മാരിലും അതിഭയങ്കരനുമല്ലോ. ആ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. അതുകൊണ്ട് അവനിൽ ഞാൻ ഏകാഗ്രചിത്തരായിട്ടിരിക്കും. എന്റെ ചിന്ത മുഴുവനും എന്റെ കർത്താവിനെ കുറിച്ചായിരിക്കും. എന്റെ മനസ്സ് മുഴുവനും അവനിലായിരിക്കും. എന്റെ ഹൃദയം മുഴുവനും അവനിലായിരിക്കും. ദൈവങ്ങളെ, ഈ ഒരു മനോഭാവത്തിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വിഷയങ്ങൾ ഇങ്ങനെ എന്താണ് പറയുന്നത്, വളരെ സ്മൂത്തായിട്ട് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കും. നിങ്ങൾ അറിയത്തില്ലേ എങ്ങനെയാ കാര്യങ്ങളൊക്കെ പോകുന്നതെന്ന്. അതേമാതിരി പോകും. അതും പ്രത്യേകിച്ച് ഈ പ്രായമാകും തോറും പല വിധമായിട്ടുള്ള എന്തൊക്കെ ഉണ്ടാകും, അസ്വസ്ഥതകൾ ഉണ്ടാകും. ഞാൻ ഇപ്പൊ അമ്മാമ്മയുടെ കാര്യം തന്നെ പറയാം. അയ്യോ, ഇനി ഞാൻ അത് ചെയ്തത് കൊണ്ടാണോ ഇങ്ങനെ വന്നിരിക്കുന്നത്? ഞാൻ ആ ഗുളിക തിന്നുകൊണ്ടാണോ എനിക്ക് പെരുപ്പ് പോലെ തോന്നുന്നത്? അയ്യോ, ഞാൻ കഴിച്ചത് കൊണ്ടാണോ എനിക്ക് ഇങ്ങനെ അസ്വസ്ഥത തോന്നുന്നത്?
ഇത് സാധാരണ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത ഇല്ലയോ? ആണോ ഇല്ലയോ? ഇത് എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? എപ്പോഴും എന്തിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്? അസ്വസ്ഥതയെപ്പറ്റി. ആരോഗ്യത്തെപ്പറ്റി. വേറെ ഒന്നും ചിന്തിക്കാനില്ലയോ? അമ്മാമ്മ എന്തിനാ ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചേ ഇല്ലെന്ന് പറയും. ചിന്തിച്ചേ ഇല്ല, അതുകൊണ്ടായി ചിന്തിച്ചതുകൊണ്ടായി പ്രശ്നം. നിങ്ങൾ ദൈവത്തെ കുറിച്ച് പാടാൻ പഠിക്കണം. നിങ്ങൾ പ്രസംഗം കേട്ടാൽ പറ്റത്തില്ല. നിങ്ങൾ അതിനകത്തിൽ നീ ഒരുപാട് പേരുടെ പ്രസംഗങ്ങൾ കേൾക്കാതിരിക്കണം. ഒത്തിരി പേരുടെ പ്രസംഗങ്ങൾ കേൾക്കരുത്. നിങ്ങൾ ബൈബിൾ വായിച്ചിട്ട് നിങ്ങൾ അതിനകത്താകണം, ബൈബിളിനകത്താകണം. ഒന്നുകൂടെ വായിച്ചേ, 2 ദിനവൃത്താന്തം 16:9 ഒന്നുകൂടെ വായിച്ചാട്ടെ. തന്നിൽ യഹോവയുടെ കണ്ണ് തങ്കൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. അത് അടുത്ത ഭാഗം. ഇതിൽ നീ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു, ഇനിയും നിനക്ക് യുദ്ധങ്ങൾ ഉണ്ടാകും. മതി. അപ്പൊ ഇനിയും നിങ്ങൾക്ക് ഭോഷത്വം പ്രവർത്തിക്കുന്നു, നിങ്ങൾക്ക് യുദ്ധങ്ങൾ ഉണ്ടാകും. അപ്പൊ യുദ്ധം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഏകാഗ്ര ചിത്തരായിട്ട് ഇരിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചിരിക്കരുത്. നിങ്ങളൊന്ന് എന്ത് ചോദിക്കുക, ഇത്രയും പ്രായത്തിനിടയ്ക്ക് എന്തുമാത്രം പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് നിങ്ങൾ? എന്തെങ്കിലും വല്ല ഓർമ്മയുണ്ടോ? എന്തുമാത്രം പ്രശ്നത്തിൽ കൂടെ പോയിട്ടുണ്ട്? ഒരുപാട്. പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങളും കൂടെ പോയില്ല. പലതും നമ്മൾ ഓർക്കുന്നു പോലുമില്ല. ഇതെങ്ങനെ തീർന്നു പോയത് പോലും ആർക്കും അറിയത്തു പോലുമില്ല. അത് എങ്ങനെ പരിഹരിക്കപ്പെട്ടെന്ന് പോലും അറിയത്തില്ല. ദൈവമക്കളെ, നിങ്ങളൊന്നും ഭാരപ്പെടേണ്ട. കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഈ മഞ്ഞ് മൂടുന്ന മാതിരി. ഇപ്പൊ കഴിഞ്ഞ ദിവസം മഞ്ഞ് മൂടി കിടക്കുമ്പോൾ ഞാൻ നാട്ടിലുള്ളവർ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് തന്നെ കാണിച്ചു. അയ്യോ, ഇങ്ങനെ ഈ മഞ്ഞ് മൂടി കിടക്കുന്നതാണ് നല്ലത്. ഈ അമേരിക്കക്ക് മഞ്ഞ് മൂടി കിടക്കണം. എന്തിനാണെന്നറിയാമോ? എന്നാലേ കീടയും മക്കോടെയുള്ള ചാകേണ്ട സാധനങ്ങളൊക്കെ ചാവുള്ളൂ. ഈ അലർജി പിടിപ്പിക്കുന്ന അനേക രോഗങ്ങൾ കൊണ്ടുവരുന്ന അനേക കുന്തങ്ങൾ ചാകണമെന്നുണ്ടെങ്കിൽ ഇത് വീഴണം. നമ്മുടെ നാട്ടിൽ വെള്ളം പൊങ്ങുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒലിപ്പിച്ചോണം പോകും. കുറച്ച് വെള്ളപ്പൊക്കം വരുന്നതൊക്കെ നല്ലതിനാണ്. എല്ലെന്നുണ്ടെങ്കിൽ വെള്ളപ്പൊക്കം ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണെന്ന് അറിയാം, ആ ദേശം പിന്നെ ശരിയാകത്തില്ല. ദേശം ക്ലീൻ ആക്കുന്നത് അന്നേരമാണ്. നിങ്ങൾ ഈ മഞ്ഞ് മൂടി കഴിഞ്ഞിട്ട്, നമ്മൾ ഈ അമേരിക്കയിലുള്ളവർക്കറിയാം, മഞ്ഞെല്ലാം പോയി കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം വന്നിട്ട് വെള്ളം താഴ്ന്ന പോലെ ഇരിക്കത്തില്ലയോ? ഇപ്പൊ മഞ്ഞെല്ലാം വന്നെ മല പോലെ കൂട്ടി വെച്ചിരിക്കുക. എത്ര ടണ്ണ് മഞ്ഞ് വീണ്. ഞാൻ ചിലപ്പോ ചിന്തിക്കും, ഇത്രയും മഞ്ഞ് ഈ സ്വർഗത്തിൽ, ഈ ആകാശത്തിൽ എവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നത്? എന്തുമാത്രം മഞ്ഞായി സൂക്ഷിച്ചു വെച്ചേക്കുന്നത്. അയ്യോ, ഇവിടെ ഇങ്ങോട്ട് വന്ന് ഇഷ്ടം പോലെ ഓരോ പുരാണത്തിലും മല പോലെ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് മഞ്ഞ് ഇവിടെ മുഴുവൻ വീണ് കിടക്കുന്നത്. ഇതെവിടെ ഈ സ്വർഗത്തിൽ എവിടെ സൂക്ഷിച്ചു വെച്ചേക്കുന്നത്? വല്ലതും അറിയാമോ നമുക്ക്? ഇത്രയും വലിയ ബുദ്ധിയും കൊണ്ട് കിടക്കുക നമ്മള്. ഈ മഞ്ഞിനെ സൂക്ഷിക്കാൻ അറിയാവുന്ന കർത്താവിനാണോ നിന്റെ ഒരു ചെറിയ പ്രശ്നം? നമ്മള് വലിയ പ്രശ്നമായിട്ട് കൊണ്ട് കിടക്കുക. ഒന്നുമല്ലെന്നേ. അതെല്ലാം മഞ്ഞുരുകുന്ന പോലെ അങ്ങ് ഉരുകിപ്പോകും. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഉരുകിപ്പോകാൻ നിങ്ങൾ കർത്താവിൽ ഏകാഗ്ര ചിത്തരായിട്ട് ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ സകല മനുഷ്യരിലും സകല ദേവന്മാരിലും ഈ ലോകത്തിലുള്ളവരെക്കാട്ടിൽ വലിയവനാണ് എന്നുള്ള ഒരു ചിന്ത നമുക്ക് വേണം. ലോകത്തിലുള്ള സകല പ്രശ്നത്തെക്കാട്ടിലും വലിയവനാണ്. അതുകൊണ്ട് ഞാൻ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കത്തില്ല. 2 ദിനവൃത്താന്തം 2-ാം അധ്യായത്തിന് 5-6 വാക്യം ഒന്ന് വായിച്ചേട്ടെ. 2 ദിനവൃത്താന്തം 2-ാം അധ്യായം 5-6 വാക്യം. ഞങ്ങളുടെ ദൈവം സകല ദേവന്മാരെക്കാളും വലിയവനാകയാൽ ഞാൻ പണിവാൻ പോകുന്ന ആലയം വലിയത്. എന്നാൽ അവന് ആലയം പണിവാൻ പ്രാപ്തിയുള്ളവൻ ആർ? സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അവൻ അടങ്ങുകയില്ലല്ലോ. അങ്ങനെ ഇരിക്കെ അവന്റെ സന്നിധിയിൽ ധൂപം കാട്ടുവാനല്ലാതെ അവന് ഒരു ആലയം പണിയേണ്ടതിന് ഞാൻ ആർ? അപ്പൊ ശലോമോ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, നീ സകല ദേവന്മാരിലും വലിയവനാകയാൽ ഞാൻ പണിയാൻ പോകുന്ന ആലയം എത്ര വലുതപ്പോലുള്ളതായിരിക്കണം? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ വലിയ ആലയം ആര് പണിയും? എന്നിട്ട് അവൻ വസിക്കാൻ ആഗ്രഹിക്കുന്ന ആലയം എവിടെയാണ്? എന്നിലും നിങ്ങളിലും.
ഈ സകലത്തിന്റെ ഉണ്ടാക്കിയവൻ വസിക്കാൻ ആഗ്രഹിക്കുന്ന ആലയങ്ങളായി കുത്തിയിരിക്കുന്നത് ആണോ അല്ലയോ? എന്നിട്ട് വിചാരപ്പെട്ടുകൊണ്ടിരിക്കുക, എങ്ങനെ ആയിത്തീരും, എന്തായിത്തീരും, എന്റെ വിഷയത്തിന് ആര് പൈസ തരും, എങ്ങനെയായും, എങ്ങനെ നടക്കും, എങ്ങനെയാ ഇത്രയും കാലം നടന്നത് അതിനെക്കാട്ടും ഭംഗിയായിട്ട് നടക്കും. പറഞ്ഞാൽ ഇത്രയും കാലം നടന്നതിനെക്കാട്ടും ഭംഗിയായിട്ട് ഇനി നടക്കും. കർത്താവിന്റെ ദാസനെ ഐബേബ്രഹാം ഈ പ്രേരണ വരുന്ന സമയത്ത് എന്തെല്ലാം ഭാരങ്ങളായിരുന്നു, മുഖത്ത് എന്തുമാത്രം പ്രയാസമായിരുന്നു. ഇപ്പൊ ആ മുഖത്തെ ശോഭ കണ്ടാൽ തന്നെ അറിയാം എന്തെല്ലാം ഭാരങ്ങൾ വിട്ടുപോയെന്ന്. ഇല്ല, അങ്ങനെ ഇല്ലയോ ഐബേബ്രഹാമേ? ആണോ? ഈ വന്ന സമയത്ത് അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അങ്ങ് നമുക്ക് തന്നെ അറിയാം വലിയ ഭാരം ചുമന്നോണ്ടാ വന്നത്. ഇപ്പൊ ആ ചെറിയ എന്തെങ്കിലും ഭാരം ഇപ്പൊ കയ്യിലുണ്ടോ? ഇല്ല. എല്ലാം പോകണം. നമ്മൾ ഇനി ആ ഭാരം ചുമക്കരുത്, കർത്താവിനെ ചുമക്കുന്നവരാണ്. പറഞ്ഞേണ്ട, ഈ ഭാരം ചുമക്കുന്നവരല്ല, കർത്താവിനെ ചുമക്കുന്നവനാന്ന് പറഞ്ഞേണ്ട. അവൻ എന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളും. അവൻ എന്റെ പിതാവാണ്. പറഞ്ഞേണ്ട, അവൻ എന്റെ പിതാവാണ്. അവൻ എന്റെ കാര്യം നോക്കിക്കോളും. ഞാൻ അതിനെപ്പറ്റി വിചാരപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. എന്റെ പിതാവ് എന്നോട് കൂടെ ഉണ്ട്. എന്റെ പിതാവ് എന്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടത്തുന്നവനാണ്. അത് തക്ക സമയത്ത് ഭംഗിയായി നടത്തുന്ന പിതാവ്. കർത്താവിന്റെ ദാസി സൂക്ഷിച്ചേക്കപ്പോ ഞാൻ കർത്താവിന്റെ ദാസി എനിക്കറിയത്തൊന്നുമില്ല. ഞാൻ ഒരു കാര്യം പറയുന്നത്, ഏത് വിഷയത്തിന്റെ മേലാണോ ഭാരപ്പെടുന്നത് അത് മഞ്ഞുരുകുന്നത് പോലെ ഉരുകി വരുന്നത് നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ കാണും. പ്രൈസ് ദി ലോർഡ്. മഞ്ഞുരുകുന്നത് പോലെ ഉരുകി ഏത് പറയാം, കർത്താവിനെ ഉയർത്ത്, കർത്താവിൽ ഏകാഗ്രചിത്തയായിട്ടിരിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഉന്നതമായ കാര്യത്തെ പ്രവർത്തിക്കുന്നത് നിങ്ങൾ കാണാനിടയായി തീരും. 95-ാം സങ്കീർത്തനത്തിന് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. വരുവീൻ, നാം യഹോവയ്ക്ക് നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവന് ഘോഷിക്കുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. അത് ഇംഗ്ലീഷ് ഒന്ന് വായിച്ചാട്ടോ. Oh, come, let us sing unto the Lord. Let us make a joyful noise to the rock of our salvation. Let us come before his presence with thanksgiving and make a joyful noise unto him with psalms. For the Lord is a great God and a great King above all gods. Amen. Okay. One more time. Can you read one more time? Oh, come, let us sing unto the Lord. Let us come and sing unto the Lord. Let us make a joyful noise to the rock. Let us make a joyful noise to the Lord. പക്ഷെ നമ്മളോട് പറയുന്ന ഉപദേശിമാർ എല്ലാവരും പറയുന്നത് എങ്ങനെയാ? കരഞ്ഞു പ്രാർത്ഥന. നിങ്ങൾ സന്തോഷത്തോടെ ദൈവത്തെ സേവിക്കുക. The joyful, come to him with a joyful heart. സന്തോഷത്തോടെ. അടുത്തത് next one. Let us come before his presence with thanksgiving. With the thanksgiving come in his presence. And make a joyful noise. നന്ദിയുള്ള ഒരു ഹൃദയത്തോടെ അവന്റെ സന്നിധിയിൽ വരണം. എങ്ങനെയാ നന്ദി വരേണ്ടത്? ഈ പ്രായം വരെയും എന്നെ വളർത്തിയ ദൈവം, ഈ പ്രായം വരെ അനേക പ്രതികൂലങ്ങളിൽ കർത്താവ് എന്നെ നടത്തിയ ദൈവം ഇന്നും എന്നെ നടത്താൻ ശക്തനാണെന്ന് നിങ്ങൾ ഉറച്ചുകൊണ്ട് നന്ദിയോടെ ദൈവസന്നിധി വരാൻ പഠിക്കണം. വിദ്യ സങ്കീർത്തനത്തോടെ, സംഗീതത്തോടെ ദൈവസന്നിധി വരാൻ പഠിക്കണം. നിങ്ങൾ മിക്കവാറും ആൾക്കാരെല്ലാം നല്ലോണം പാട്ട് പാടുന്നവരാണ്. നല്ല പാട്ടോടെ ദൈവത്തെ സ്തുതിക്കണം. എനിക്ക് പാടാനൊന്നും അറിയത്തൊന്നുമില്ല. ഞാൻ പാടിയ നിങ്ങൾ ഓടും, എന്നെ കേൾക്കുന്നവർ ഓടും, ഞാനും ഓടിപ്പോകും. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാരിലും മഹാരാജാവ് തന്നെ. അവനാണ് എന്റെ രാജാവ്, അവനാണ് മഹാദൈവം, അവനാണ് എന്റെ പിതാവ്, അവനാണ് എന്റെ ഉള്ളിൽ വസിക്കുന്നത്. അതുകൊണ്ട് സന്തോഷത്തോടെ ഞാൻ എന്റെ കർത്താവിനെ സേവിക്കും, സന്തോഷത്തോടെ എന്റെ പിതാവിന്റെ സന്നിധി ചെയ്യും, നന്ദിയുള്ള ഹൃദയത്തോടെ എന്റെ കർത്താവിനെ ഞാൻ സ്തുതി പാടും. നന്ദിയുള്ള ഒരു ഹൃദയം. നിങ്ങളൊന്ന് ചിന്തിച്ച്, ഈ പ്രായം വരെയും എന്തുമാത്രം പ്രതികൂലങ്ങളും മരണത്തിൽ നിന്നും വിടുവിച്ച് ഇവിടം വരെ കൊണ്ടുവന്നത് ഓർത്ത് നോക്കിയേ. എന്തുമാത്രം പ്രതികൂലങ്ങളുണ്ടായി, എന്തുമാത്രം പ്രശ്നങ്ങളുണ്ടായി. ഇവരെടുക്കത്തക്ക രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായ സമയത്ത് കർത്താവ് അത്ഭുതകരമായി വിടുവിച്ചില്ലേ നിങ്ങളെ?
യെസ്. നന്ദിയുള്ള ഹൃദയത്തോടെ ആർക്കും സഹായിക്കാൻ പറ്റാതിരുന്ന ആ കാലയളവിൽ, ആരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നപ്പോൾ, എല്ലാവരും നിസ്സഹായരായി നോക്കി നിന്ന സമയത്ത് കർത്താവ് ഒരുവൻ മാത്രം വന്ന് നിന്നെ സഹായിച്ചില്ലയോ, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ്. Amen. Amen. ആ ദൈവമല്ലയോ നിന്റെ ദൈവം? അവനല്ലയോ നിന്റെ രാജാവ്? അവനല്ലേ നിന്റെ പിതാവ്? മകനെ, മകളെ, ഞാൻ നിന്റെ അപ്പനാണ്, നിന്റെ പിതാവാണ്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് അരുളി ചെയ്തവൻ നിന്നോട് കൂടെ ഉണ്ട്. നീ ശക്തീകരിക്കപ്പെടുന്ന ദൈവമാണ്. അതുകൊണ്ട് നിങ്ങൾ അവനിൽ ശക്തി പ്രാപിക്കണം. എൻ്റെ കർത്താവ് എന്നോട് കൂടെ ഉണ്ട്. ഞാൻ ഇന്ന് രാവിലെ ഞാൻ ശുശ്രൂഷിച്ചത് വാസ്തവത്തിൽ നല്ല ശമരിയക്കാരനെ കുറിച്ചായിരുന്നു. അത് ഒരു ദിവസം നിങ്ങളോട് ശുശ്രൂഷിക്കാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതേമാതിരി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എല്ലാം, നമ്മളെ പെന്തക്കോസ്തുകാരെല്ലാം നല്ല ശമരിയക്കാരൻ്റെ പ്രശ്നം കേട്ടിട്ടുള്ളതില്ലയോ? നല്ല ശമരിയക്കാരൻ ആരാണെന്ന് പെന്തക്കോസ്തുകാർ പഠിപ്പിക്കുന്നത്? ആ, കത്തോലിക്കയിൽ എന്തോ പഠിപ്പിക്കുന്നത്? ആരാന്നോ പഠിപ്പിക്കുന്നത്? കത്തോലിക്കലും നമ്മൾ നല്ല ശമരിയക്കാരനാണെന്ന് പഠിപ്പിക്കുന്നത്. അവരെ പേടിപ്പിക്കാൻ വേണ്ടി പെന്തക്കോസ്തിലെ ഉപദേശിമാരെല്ലാം നല്ല ശമരിയക്കാരൻ നമ്മളത് പഠിപ്പിക്കും. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, ഏറ്റവും കൂടുതൽ കർത്താവ് പറഞ്ഞേക്കുന്ന ആ ഒരു വാക്യം മാത്രം ഒന്ന് വായിച്ചാണ്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ അതിനകത്തിൽ ആ മനുഷ്യൻ വന്ന് ചോദിക്കുന്ന 23-ാമത്തെ വാക്യം തോന്നുന്നു. ഒരു ന്യായശാസ്ത്രി അനന്തരം ഒരു ന്യായസ്ത്രീ എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവൻ അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണമെന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചു. അവൻ അവനോട്, ന്യായപ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് അവൻ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നും തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ നിത്യജീവൻ അവകാശമാക്കാൻ നമ്മൾ എന്തോ ചെയ്യണം? നിത്യജീവൻ അവകാശമാക്കാൻ എന്തോ ചെയ്യണം? പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ കൂട്ടുകാരനെ നിന്നെ പോലെ നമ്മെ തന്നെ ത്യജിക്കണം. നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. നമ്മെ തന്നെ ത്യജിക്കണമെന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. നിന്നെ പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം. ഏറ്റവും കൂടുതൽ സ്നേഹിക്കാത്ത ആരാ? ഈ ഇവിടെ അടിയും പിടിയും ബഹളങ്ങളും ഉണ്ടാക്കി തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഒന്ന് സ്നേഹിക്കാൻ പഠിക്കണേ. എന്നാ നീ എന്ത് കഴിക്കും? നിത്യജീവന് പ്രാപിക്കും. ഒടുവിലെ കർത്താവ് അവനോട് പറഞ്ഞത് എന്തുവാന്ന് നോക്കി. ഒടുവിൽ അവസാനം പറഞ്ഞത് നീ അവനോട് കരുണ കാണിച്ചു. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു? അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മള് ആരെങ്കിലും അടികൊണ്ട് ജയിലിൽ പോയാല് ഞാനിവിടെ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞാൽ മതിയോ? ഞങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചോളാം. ഒരു വലിയ പ്രശ്നത്തിലാകപ്പെട്ട് ഇറങ്ങിയാണ്, അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് പ്രശ്നത്തിലാകപ്പെട്ട്. മാത്യൂസ് വലിയ പ്രശ്നത്തിലാകപ്പെട്ടിരിക്കുകയാണ്, ഞാൻ അതുവഴി പോവാണ്. മാത്യൂസ് ബ്രദറെ, ഞാൻ പ്രാർത്ഥിച്ചോളാം കേട്ടോ, ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും കേൾക്കാൻ, അല്ലേ മാത്യൂസ് ബ്രദറെ? മതിയോ? പ്രാർത്ഥിച്ചാൽ മതിയോ? ചെയ്യേണ്ടത് ചെയ്യണം, ചെയ്യേണ്ട സമയത്ത്. നമുക്ക് സമയം ഇപ്പോഴേ കിട്ടത്തുള്ളൂ. ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് കർത്താവ് പഠിപ്പിക്കുന്നത്. നമ്മൾ കർത്താവിൻ്റെ ഉപദേശം ഒന്നും കേൾക്കത്തൊന്നുമില്ലെന്നേ. നമുക്ക് കർത്താവിൻ്റെ ഉപദേശമൊന്നും അല്ല വേണ്ടത്. എങ്ങനെയെങ്കിലും എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നടന്നു കിട്ടണം, അത്രേ ഉള്ളൂ എൻ്റെ കാര്യം. എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടണം. നമുക്ക് വായിക്കാം. യെശയ്യാപ്രവചനം 40-ാം അധ്യായം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്യമാണ്. ഞാൻ പെട്ടെന്ന് വായിക്കാം. തന്നെ 12 പോലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാൽ പെട്ടെന്ന് വായിച്ചാട്ട് നമുക്ക് സമയം. തന്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളം അളക്കുകയും ചാണ് കൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്തവൻ ആർ? പിന്നെ അടുത്തത് യഹോവയുടെ മനസ്സ് ആരാഞ്ഞറിയോ? അവന് മന്ത്രിയായി അവനെ ഗ്രഹിപ്പിക്കുകയോ ചെയ്തവൻ ആർ?
അവനെ ഉപദേശിച്ച് ന്യായത്തിന്റെ പാതയെ പഠിപ്പിക്കുകയും അവനെ പരിജ്ഞാനം പഠിപ്പിച്ച് വിവേകത്തിന്റെ മാർഗം കാണിക്കുകയും ചെയ്തു കൊടുക്കേണ്ടതിന് അവൻ ആരോടാകുന്നു ആലോചന കഴിച്ചത്? ഇതാ ജാതികൾ തുലാക്കെട്ടിലെ ഒരു തുള്ളി പോലെയും തുലാസിലെ ഒരു പൊടി പോലെയും അവന് തോന്നുന്നു. ഇതാ അവൻ ദ്വീപുകളെ ഒരു മണൽത്തരിയെ പോലെ എടുത്തു പൊക്കുന്നു. ലെബനോൻ വിറകിനും പോരാ, അതിലെ മൃഗങ്ങൾ ഹോമയാഗത്തിനും മതിയാകുന്നില്ല. സകല ജാതികളും അവന് ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. അവന് വെറുമയും ശൂന്യവുമായി തോന്നുന്നു. ആകയാൽ നിങ്ങൾ ദൈവത്തെ ആരോട് ഉപമിക്കും? അത് പ്രതിമയെ നിങ്ങൾ ഏത് പ്രതിമയെ അവനോട് അപ്പൊ ഇനി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ദൈവത്തെ ആരോട് ഉപമിക്കും? നിങ്ങളുടെ പ്രശ്നത്തോടോ നിങ്ങളുടെ പ്രതികൂലത്തോടോ ആരോട് ഉപമിക്കും ദൈവത്തെ? ഇന്ന് ചിന്തിക്കുക, ഇന്ന് രാത്രികാലം ചിന്തിക്കുക, ഞാൻ എന്റെ ദൈവത്തെ ആരോടാ ഉപമിച്ചേക്കുന്നത്? എന്റെ പിതാവിനെ, സർവശക്തനായ ആ ഉള്ളം കയ്യിൽ വെള്ളത്തെ പിടിക്കുന്നവൻ, നാഴി കൊണ്ട് മണലിനെ അളക്കുന്നവൻ, ആ ഒരു ദൈവത്തെ നമ്മൾ ആരോടാണ് ഉപമിച്ചിരിക്കുന്നത്? ഇത്ര സർവശക്തനായ ദൈവം നിങ്ങളുടെ പിതാവായി നിങ്ങളോട് കൂടെ വസിച്ചിട്ടും നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം വരുത്താൻ കഴിവില്ലാത്തവനായിട്ടാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച്. ഞാൻ അതുകൊണ്ട് ഭാരപ്പെടണോ? എന്റെ കർത്താവ് നടത്തി തരും. അതുകൊണ്ട് ഞാൻ ഒരു നിമിഷം പോലും ഭാരപ്പെടത്തില്ല. എന്റെ കർത്താവ് മതിയായവനാണ്. അവൻ എന്നോട് കൂടെയാണ് വസിക്കുന്നത്. എനിക്ക് അവനെ തുല്യപ്പെടുത്തുവാൻ, അവനോട് തുല്യം ചെല്ലാൻ ആരുമില്ല. അവനാണ് എന്റെ ഉള്ളത്തിൽ വസിക്കുന്നത്, അവനാണ് എന്റെ കുടുംബത്തിൽ വസിക്കുന്നത്, അവനാണ് എന്റെ രാജാവ്, അവനാണ് എന്റെ പിതാവ്, അവനാണ് എന്റെ ദൈവം. അതുകൊണ്ട് ഈ അഭിമുഖീകരിക്കുന്ന വിഷയം ഒരു വിഷയമല്ല, അതിന്റെ മേൽ പരിഹാരം എന്റെ കർത്താവ് തക്ക സമയത്ത് ചെയ്തു തരും. ഞാൻ അതുകൊണ്ട് ഇനി തൊട്ട് അതിനെപ്പറ്റി വിചാരപ്പെടത്തില്ല. എന്റെ കർത്താവ് ഞാൻ സ്തുതി പാടും, സന്തോഷത്തോടെ സംഗീതത്തോടെ എന്റെ കർത്താവിന്റെ സന്നിധി ചെല്ലുമെന്ന് പറയാൻ ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. Amen. Praise Lord.